ഹലോ നമസ്കാരം. നമ്മളുടെ ഏറ്റവും ശക്തമായ മാർക്കറ്റിംഗ് ടൂളുകളിൽ ഒന്നാണ് നമ്മുടെ ബ്രോഷർ എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും ഡെഫിനറ്റ്ലി ഒരു ബ്രോഷർ ഉണ്ടാവും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നമ്മുടെ മാർക്കറ്റിൽ കണ്ടിട്ടുള്ള ഒരു 90% ബ്രോഷറുകളും അൺസയൻറ്റിഫിക്കലി ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ബ്രോഷർ പലപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ചിലപ്പം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു DTP സെൻറ്ററിലൊക്കെ കൊടുത്ത് ഇഷ്ടമുള്ളൊരു കോണ്ടൻറ്റ് എഴുതി വെച്ചോളും എന്ന് പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിടുകയാണ് പതിവ്. അല്ലെങ്കിൽ നമ്മളുടെ കുറേ ഹിസ്റ്ററിയും പരിപാടികളൊക്കെ എഴുതി വെച്ച് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ബ്രോഷറാണ്. ബ്രോഷർ എപ്പോഴും ഉണ്ടാക്കേണ്ടത് കസ്റ്റമറിന് വേണ്ടിയാണ്, അല്ലേ? കസ്റ്റമർ വായിച്ച് നോക്കുമ്പോൾ തോന്നണം, ഓക്കെ, ഇത് എനിക്ക് മാത്രമായി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സർവീസാണ്, പ്രൊഡക്റ്റാണ് എന്നൊക്കെ തോന്നണം. ആ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ബ്രോഷറുകൾ ഡിസൈൻ ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ബ്രോഷറുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 6 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം, ബ്രോഷർ ഡിസൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും മെറ്റീരിയലൊക്കെ കാര്യമുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും പൊസിഷനിങ്ങിനനുസരിച്ച് വേണം മെറ്റീരിയൽ തീരുമാനിക്കാനായിട്ട്. നിങ്ങൾ വളരെ ലോ ക്വാളിറ്റിയിൽ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രോഷറിൻ്റെ മെറ്റീരിയലും അതേ ക്വാളിറ്റിയൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം നന്നായി പ്ലേസ്ഡ് ആയിട്ടുള്ള പൊസിഷൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെറ്റീരിയൽ അതിനനുസരിച്ച് നല്ലതായിരിക്കണം, യാതൊരു സംശയവും വേണ്ട. മെറ്റീരിയലിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിൻറ്റ് ക്വാളിറ്റിയും അതിനനുസരിച്ച് മികച്ചതായിരിക്കണം. പലപ്പോഴും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശം പ്രിൻറ്റ് ക്വാളിറ്റിയിൽ ഈ ബ്രോഷറൊക്കെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ മോശമായിട്ടുള്ളൊരു ഇമേജാണ് ഉണ്ടാക്കുക. കാരണം എന്താ, പലപ്പോഴും നമ്മളുടെ മുഖം പോലെയാണ്, നമ്മളുടെ ബിസിനസ്സിൻ്റെ മുഖമായിട്ടാണ് നമ്മളുടെ ബ്രോഷർ ആക്ട് ചെയ്യുന്നത്. അപ്പം മുഖത്ത് ആ ഒരു പ്രസന്നതയില്ലെങ്കിൽ, മുഖത്തിന് ആ ഒരു എനർജി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ ഒരു ഇംപ്രഷൻ ചിലപ്പോൾ പോയെന്ന് വരാം. അതുകൊണ്ട് തന്നെ ബ്രോഷറുകളുടെ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യരുത്. ഒപ്പം തന്നെ അതിൻ്റെ പ്രിൻറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത്. ഏറ്റവും നല്ല മെറ്റീരിയൽ പറ്റുകയാണെങ്കിൽ ടിൻറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. പുതിയ പലതരത്തിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ആ മെറ്റീരിയൽ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ വളരെ ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഓർഗാനിക് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടുത്തത് ഷേപ്പാണ്. ഷേപ്പ് എപ്പോഴും നമ്മളെ ഒരുപാട് ക്യൂരിയസ് ആക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ ബ്രോഷറുകളെല്ലാം കാണുന്നത് ഒരു സ്ക്വയർ ടൈപ്പായിട്ടോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ടൈപ്പായിട്ടൊക്കെയാണ്. ഇതാണ് ഡിഫോൾട്ടായിട്ട് വരുന്ന പേപ്പറിൻ്റെ സൈസസ്. ഒരേ ഒരു മെച്ചമുള്ളത് നമുക്ക് വലിയ അധ്വാനമില്ലാതെ ഇത് ചെയ്യാമെന്നുള്ളതാണ്. മാത്രമല്ല ഒരല്പം കോസ്റ്റ് കുറവായിരിക്കുകയും ചെയ്യും. കാരണം പ്രത്യേകിച്ച് കട്ട് ചെയ്യോ ഡൈ കട്ടോ ഒന്നും ആവശ്യമില്ല. അതേസമയം ഒരാൾ നിങ്ങളുടെ ബ്രോഷർ കുറച്ച് നേരം ഒന്ന് നോക്കിയിരിക്കണമെങ്കിൽ അതിൻ്റെ ഷേപ്പ് കുറച്ചൊന്ന് ഡിഫറൻ്റ് ആണെങ്കിൽ നന്നായിരിക്കില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ നിങ്ങൾക്ക് ബ്രോഷറുകൾ ഡിസൈൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇപ്പോൾ ഒരു നെറ്റ്വർക്കിംഗ് ഇവൻ്റ് ആണെങ്കിൽ വേണമെങ്കിൽ നെറ്റ്വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഷേപ്പിലേക്ക് അതിനെ മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രീഡ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ബ്രീഡിന് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ഒരു ബ്രെയിനിൻ്റെ സ്റ്റൈലിലുള്ള ഒരു ബ്രോഷറാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് എ ബ്രെയിൻ. അപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യവുമായി കണക്ട് ചെയ്തുകൊണ്ട് ആ കാര്യവുമായി ഡെപ്പിക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഷേപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ചു കാലം ചിലപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കാം. ഒരു രസം അല്ലെങ്കിൽ നമുക്കൊരു കൗതുകം എന്നുള്ള രീതിയിൽ ബ്രോഷറുകൾ സൂക്ഷിച്ചു വെക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സാധാരണ ബ്രോഷറുകളാണെങ്കിൽ മിക്കവാറും അത് ഡസ്റ്റ്ബിന്നിലേക്ക് പോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രോഷറുകൾ ആളുകൾ സൂക്ഷിച്ചു വെക്കണം. അതൊരു വെറൈറ്റി ആവണം, യാതൊരു സംശയം വേണ്ട. ഒരു പക്ഷേ ഒരല്പം എക്സ്പെൻസീവ് ആയിരിക്കാം, പക്ഷേ ആ ഒരു മാർജിൻ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മാറ്റം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കാലങ്ങളോളം നിങ്ങളുടെ ബ്രോഷറുകൾ മറ്റുള്ള ആളുകളുടെ കയ്യിലിരിക്കുമെന്നുള്ള വലിയ അഡ്വാൻറ്റേജാണ്. അടുത്തത് കളറാണ്. പലപ്പോഴും നമ്മുടെ ബ്രാൻഡിൻ്റെ കളർ തീരുമാനിക്കേണ്ടത് തന്നെ ആ ബ്രാൻഡിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കളർ എന്താണ്, അല്ലെങ്കിൽ ആ ബ്രാൻഡ് കൺവേ ചെയ്യുന്ന ഫീലിംഗ് എന്താണ് എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതേ ബ്രാൻഡിൻ്റെ കളറുകൾ തന്നെ, കളർ തീമുകൾ തന്നെ നമ്മൾ ബ്രോഷറിൽ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ബ്രാൻഡ് എപ്പോഴും നിലനിൽക്കുന്നത് കൺസിസ്റ്റൻസി കാരണമാണ്. നമ്മൾ ബ്രാൻഡിൻ്റെ ലോഗോയിലൊക്കെ നീല കളറും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലൊക്കെ നീല കളർ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മളുടെ ബ്രോഷറിലേക്ക് വരുമ്പോൾ അത് ചുവന്ന കളറായി കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കളറിൻ്റെ കാര്യത്തിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അടുത്തത്, അത് ഞാൻ അടുത്തതായി പറയുന്നു എന്ന് വിചാരിക്കരുത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേർഡ്സാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വേർഡ്സ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന വേർഡ്സ് നിങ്ങളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും എഴുതി വയ്ക്കുക എന്നുള്ളതല്ല വേണ്ടത്. കസ്റ്റമറിന് എന്ത് വാല്യൂ കിട്ടും, കസ്റ്റമറിന് എന്ത് ബെനിഫിറ്റാണ് അൾട്ടിമേറ്റ്ലി കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി പോയിൻ്റ് വൈസായിട്ട് പറയാൻ സാധിക്കണം.
കസ്റ്റമർ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങളാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ചില ഡെമോൺസ്ട്രേഷൻസ് ആവശ്യമാണ്, ചില ഇല്ലസ്ട്രേഷൻസ് ആവശ്യമാണ്, കൃത്യമായ വിവരണങ്ങൾ ആവശ്യമാണ്, ചില ഫീച്ചേഴ്സ് കൃത്യമായി എടുത്തു പറയേണ്ടത് ആവശ്യമാണ്, പുതിയൊരു ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിവരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വേർഡ്സിന് വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല വേർഡ്സ് വളരെ ഡ്രൈ ആയിട്ട് ഉപയോഗിക്കരുത്. ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമല്ല വേണ്ടത്. അവിടെ ഒരു സെയിൽസ് ആസ്പെക്റ്റ് അതിനകത്ത് ഉണ്ടാവണം. അപ്പം ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന, പിടിച്ചിരുത്തുന്ന, ഹുക്ക് ചെയ്യുന്ന തരത്തിലുള്ള കോണ്ടന്റിന്, കോപ്പിക്ക് വലിയ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ഒപ്പം ചേർത്ത് പറയേണ്ട കാര്യമാണ് അതിലുപയോഗിക്കുന്ന ഫോണ്ടുകൾ. ആ ഫോണ്ടുകളും പഴയ രീതിയിലുള്ള ഫോണ്ടുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കോണ്ടംപററി അല്ല ബിസിനസ് എന്നുള്ളത് തോന്നാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോണ്ടംപററി ആയിട്ടുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ അലോസരപ്പെടുത്തുന്ന ഫോണ്ടുകൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിന് ചില ഫോണ്ടുകൾ ചേരില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടെക്നോളജി സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയുടെ ഒക്കെ വിഷയമൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കോമിക് സാൻസ് ഫോണ്ട് ഉപയോഗിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഡൈലൂട്ടഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു പെർട്ടിക്കുലർ വിഷയത്തിന് അനുയോജ്യമായ തരത്തിലുള്ള ഫോണ്ടുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് ഫൈനലി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും കോൺടാക്റ്റ് എഴുതി വയ്ക്കുന്നത് വളരെ ചെറുതായിട്ടായിരിക്കും. നിങ്ങളുടെ കോൺടാക്റ്റ് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഏറ്റവും പെട്ടെന്ന് കാണുന്ന തരത്തിൽ, ഏറ്റവും പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിൽ. അപ്പോൾ ഈ കോണ്ടൻറ്റ് എഴുതുമ്പോൾ തന്നെ വേർഡ്സിൽ പറയേണ്ട ഒരു കാര്യമാണ്, ഒരു കോൾ ഫോർ ആക്ഷൻ അവിടെ ഉണ്ടാവണം. അതായത് ഉടൻ തന്നെ വിളിക്കൂ എന്നൊക്കെ പറയുന്ന തരത്തിൽ, നമുക്ക് ഉടൻ വിളിക്കാൻ തോന്നുന്ന തരത്തിൽ, നമ്മളെ ഒരാളെ ടെംപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വേണം ആ കോണ്ടൻറ്റ് എഴുതി വയ്ക്കാൻ. ഒപ്പം തന്നെ ഈ കോൺടാക്റ്റ് നമ്പേഴ്സ് കൃത്യമായിട്ട് കൊടുക്കുകയും വേണം. ഒപ്പം തന്നെ നമുക്ക് ടെസ്റ്റിമോണിയലുകളോ നമ്മളുടെ ക്ലയൻറ്റിൽ കൃത്യമായിട്ടുണ്ടെങ്കിലോ ഇതൊക്കെ കൊടുക്കാം, കുറച്ചുകൂടി ഒത്തൻറ്റിസിറ്റിക്ക് വേണ്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ബ്രോഷർ ഏകദേശം നന്നാവും. ബ്രോഷറിനെ പോലെ തന്നെ കമ്പനി പ്രൊഫൈലും വളരെ പ്രധാനമാണ്. ബ്രോഷർ തന്നെയല്ല കമ്പനി പ്രൊഫൈൽ. കമ്പനി പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ മൈൽ സ്റ്റോൺസും മറ്റുള്ള കാര്യങ്ങളും മിഷനും ഒക്കെ വെച്ചിട്ടുള്ള കമ്പനിയെക്കുറിച്ചുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഒരു കമ്പനി പ്രൊഫൈലും ബ്രോഷറും ഏതൊരു ഓർഗനൈസേഷനും ഏതൊരു ബിസിനസ്സിനും സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ മസ്റ്റാണ്. പക്ഷേ പലപ്പോഴും ഈ ടൂൾസ് എഫക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം വലിയ ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ സയൻറ്റിഫിക് ആയിട്ട് ഇത്തരം സാധനങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ഡിങ് എന്ന് പറയുന്ന നമ്മളുടെ വളരെ സയൻറ്റിഫിക് ആയിട്ട് തന്നെ ഇതിൽ റിസർച്ച് ചെയ്യുന്ന ഒരു ടീം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമുക്കതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ഡിസൈനേഴ്സ് ഉണ്ട്. ഒപ്പം തന്നെ മാർക്കറ്റ് റിസർച്ച് നടത്തുന്ന ആളുകളുണ്ട്. മാർക്കറ്റിൻ്റെ പൾസ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്രോഷറുകളോ കമ്പനി പ്രൊഫൈലോ ഏതെങ്കിലും തരത്തിലുള്ള ബ്രാൻഡിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ ബ്രഹ്മയുടെ ഈ ഡിവിഷനിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റിംഗ് ടൂൾ നമുക്ക് തയ്യാറാക്കാം. ഓൾ ദി ബെസ്റ്റ്.